നമസ്കാരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ രാജ്യതലസ്ഥാനത്തെ ജന്തർ മന്ദിറിൽ CJP നടത്തിയ സമരം 35-ാം ദിവസം അവസാനിച്ചു. ആശ്വാസം. തീർത്തും നല്ല കാര്യം തന്നെയാണത്. പക്ഷേ അവസരം കിട്ടുമ്പോഴൊക്കെ നരേന്ദ്രമോദിക്കും RSSനും കേന്ദ്ര സർക്കാരിനുമെതിരെ ആഞ്ഞടിക്കുന്ന ചില പാഴ്ജന്മങ്ങളായ രാജ്യത്തിനകത്ത് ജീവിക്കുന്ന രാജ്യദ്രോഹികൾ സമരക്കാർക്ക് നൽകിയ പിന്തുണയും നടത്തിയ ന്യായീകരണവും നമ്മൾ കണ്ടതാണ്. പൂക്കളെറിഞ്ഞും ദേശഭക്തി ഗാനങ്ങൾ പാടിയും സമരം ചെയ്തിരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ലാത്തി കൊണ്ട് നേരിട്ടു. ഇത് ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല എന്ന കരച്ചിലായിരുന്നു ഇവർക്ക്. എന്നാൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? 35 ദിവസങ്ങൾ ദില്ലിയിലെ ജന്തർ മന്ദിറിൽ CJP എന്ന PR പേജിലെ അംഗങ്ങൾ സമരം ചെയ്തു. ആദ്യത്തെ ദിവസം മുതൽ അറസ്റ്റ് പ്രതീക്ഷിച്ച അവരെ ഞെട്ടിച്ചുകൊണ്ട് അനുമതി എഴുതി കയ്യിൽ കൊടുത്തും ജനാധിപത്യ ഇന്ത്യയിൽ സമരം ചെയ്യാൻ പൗരന്മാർക്ക് അധികാരമുണ്ടെന്ന വാദം അക്ഷരം പ്രതി ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടും ഡൽഹി പോലീസ് അവരെ സമരം ചെയ്യാൻ അനുവദിച്ചു. ബാരിക്കേഡുകൾക്കപ്പുറം നിന്ന് അവരെ നിരീക്ഷിച്ചതല്ലാതെ ഒരു തരത്തിലും പോലീസ് അവരെ ഉപദ്രവിച്ചില്ല. അതിനിടയിൽ ലഡാക്ക് കലാപ കേസിലെ പ്രതി സോനം വാങ്ചുക് നിരാഹാരം തുടങ്ങി. അപ്പോഴും ക്രമസമാധാന നില നിരീക്ഷിക്കുകയല്ലാതെ പോലീസ് മറ്റൊന്നും ചെയ്തില്ല. സത്യാഗ്രഹം 20-ാം ദിവസമായപ്പോഴേക്കും പട്ടിണി കിടന്ന് വാങ്ചുക്ക് ഒരു പരുവമായി. ഇനിയും സത്യാഗ്രഹം തുടർന്നാൽ CJPക്ക് ഒരു രക്തസാക്ഷിയെ കിട്ടുമെങ്കിലും തൻ്റെ കാറ്റ് പോകുമെന്ന് ചുക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സമ്പാദിച്ചു കൂട്ടിയ കോടികൾക്ക് അവകാശിയില്ലാതെയാകും എന്ന് തിരിച്ചറിഞ്ഞ ചുക്ക് അഭിഭാഷകൻ മുഖാന്തരം താൻ ചാവാറായെന്നും എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കെട്ടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഒരു പൗരനും പട്ടിണി കിടന്ന് മരിക്കുന്നത് ഉത്തരവാദിത്വമുള്ള ഒരു ഭരണകൂടത്തിന് അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പോലീസ് ഇടപെട്ട് അയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ഒരു രക്തസാക്ഷി കൈവിട്ടു പോകുന്നത് കണ്ട CJP സ്ഥാപകൻ എന്ന് പറയപ്പെടുന്ന അഭിജിത്ത് ദീപ്കെ രംഗം വഷളാക്കി. ചുക്കിന് പകരം താൻ നിരാഹാരം കിടക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അന്ന് വൈകുന്നേരത്തോടെ തന്നെ ദീപ്കയുടെ ബോധം പോയി. അതുകൊണ്ട് ആ നിരാഹാരവും അവസാനിപ്പിച്ചു. പിറ്റേന്ന് പാർലമെൻറ്റ് സമ്മേളനം. പാർലമെൻറ്റ് പരിസരത്ത് നിരോധനാജ്ഞ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും പട്ടാളവും അതീവ ജാഗ്രതയിലുമായിരുന്നു. ജന്തർ മന്ദിറിൽ അതുവരെ കുത്തിയിരുന്ന പാറ്റാക്കൂട്ടങ്ങൾ പറക്കാൻ തുടങ്ങി. FCRA ബില്ല് പാർലമെന്റിൽ പാസ്സായതുകൊണ്ട് പൃഥ്വിരാജിനെ പോലെയുള്ളവരെ കൊണ്ടുവരുന്നത് അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ അവസരങ്ങളൊന്നുമില്ലാതെ മൂലക്കിരുന്ന രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ളവരെ രംഗത്തെത്തിച്ചു. കല്ലുകളും ഗ്രനേഡുകളുമായി പാറ്റാക്കൂട്ടം പാർലമെന്റ് പരിസരത്തേക്ക് നീങ്ങി. ബാരിക്കേഡുകൾക്കപ്പുറം പോലീസ് പാറ്റാക്കൂട്ടങ്ങൾ ബാരിക്കേഡ് കടന്നു വന്നാൽ പ്രതിരോധിക്കാൻ തയ്യാറായി നിന്നു. സമരം ചെയ്യാൻ ഭരണഘടനാപരമായി ഒരു പൗരനുള്ള അവകാശം പാർലമെന്റ് നടക്കുമ്പോൾ ആ പരിസരത്തില്ല. കാരണം അത് അതീവ സുരക്ഷാ മേഖലയാണ് എന്നുള്ളതുകൊണ്ടാണ്. തോന്നുന്നത് പോലെ ചെന്ന് കയറിക്കൊടുത്താൽ നെഞ്ചിൻ കൂട് തുളഞ്ഞ് വെടിയുണ്ട അപ്പുറത്തേക്ക് പായും. എന്നാൽ ഇവിടെ CJPക്കാർ ബാരിക്കേഡ് കടന്നു. പോലീസ് വാഹനങ്ങൾ ആക്രമിച്ചു. പോലീസുകാരുടെ കണ്ണിലേക്ക് പെപ്പർ സ്പ്രേ പോലും അടിച്ചു. ആ ദൃശ്യങ്ങൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. എന്തായാലും മര്യാദയ്ക്കിരുന്ന പോലീസുകാരുടെ കണ്ണിലേക്ക് പെപ്പർ സ്പ്രേ ചിറ്റിച്ചതോടെ കളി മാറി. അവർ തിരിച്ചടിച്ചു തുടങ്ങി. പ്രതിഷേധമെന്ന പേരിൽ കലാപം നടത്തിയവരെ ന്യായീകരിക്കുന്നവർ മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. സമരമെന്ന പേരിൽ നടത്തിയ ഈ ആഭാസത്തരത്തിൽ 150ഓളം പോലീസുകാർക്കാണ് പരിക്ക് പറ്റിയത്. തകർത്ത പോലീസ് വാഹനങ്ങളുടെ നഷ്ടമടക്കം കോടികളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഈ വിവരദോഷികൾ. ഇതാണോ വിദ്യാർത്ഥി പ്രതിഷേധം? ഇതിനെയാണോ നിങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രതിഷേധം എന്ന് വിളിക്കുന്നത്? ഇങ്ങനെയാണോ ജനാധിപത്യം? ഇവർക്ക് നിരോധനാജ്ഞയൊന്നും ബാധകമല്ലായിരുന്നു. സമരം വേറെ മാർച്ച് വേറെ എന്ന് പോലും അറിയാത്ത മരക്കഴുതകളായ മരപ്പൊട്ടന്മാരാണ് അക്രമികളെ ന്യായീകരിച്ചു മെഴുകി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത്. സമാധാനപരമായി നടത്തിക്കൊണ്ടിരുന്ന സമരത്തെ പോലീസ് ആക്രമിച്ചു എന്നായിരുന്നു അവറ്റകളുടെ ന്യായീകരണം. മലയാളത്തിലെ മാധ്യമങ്ങൾ പടച്ചുവിട്ടുകൊണ്ടിരുന്ന നരേറ്റീവായിരുന്നു അത്. എന്നാൽ ദേശീയ മാധ്യമങ്ങൾ ഇത് ക്രമസമാധാനം പാലിക്കേണ്ട ഒരു അക്രമമായിട്ടാണ് CJP സമരത്തെ കണ്ടത്. സമരം ചെയ്യുന്നിടത്തു നിന്നും പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയത് അക്രമാസക്തമായതുകൊണ്ടാണ് പോലീസ് ചെയ്യേണ്ടത് ചെയ്തത്. അല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചതല്ല. സമരക്കാരാണ് ബാരിക്കേഡ് അതിക്രമിച്ചു കടന്നത്. അത് ശരിയാണെന്നാണ് ടൊവിനോ തോമസ് അടക്കമുള്ള മലയാളത്തിലെ മഹാരഥന്മാരായ അഭിനേതാക്കൾ പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റ് സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? ഉദാഹരണത്തിന് കേരളത്തിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ബാരിക്കേഡ് കടന്ന് ഒരു കൂട്ടം സമരക്കാർ വന്നാൽ സംസ്ഥാന സർക്കാർ അവിടെ കേരള പോലീസിനെ വിന്യസിക്കില്ലേ? സമരക്കാരെ അടിച്ചോടിക്കില്ലേ? പാർട്ടികൾക്കെതിരെ ദില്ലിയിൽ പോലീസ് അക്രമം നടത്തി എന്നാരോപിച്ചുകൊണ്ട് പല സംഘടനകളും കേരളത്തിൽ മാർച്ച് നടത്തിയല്ലോ. അവർക്കെതിരെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു. അപ്പോൾ ദില്ലിയിൽ പോലീസ് നടത്തിയ സ്വാഭാവികമായ നടപടിയല്ലേ? നിയമം പാലിക്കരുതെന്നാണോ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്? സോനം വാങ്ചുക്കിനെ ചാകാൻ വിടണമായിരുന്നു എന്നാണോ ഇവറ്റകൾ പറയുന്നത്? അയാളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണം, തൻ്റെ അനുവാദമില്ലാതെ ചികിത്സിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചുക്കിൻ്റെ ഭാര്യ നൽകിയ ഹർജിയിൽ കോടതി പറഞ്ഞത്
അയാൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ചികിത്സിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുകയോ ചെയ്തോട്ടെ എന്നാണ്. അയാൾ സ്വതന്ത്രനാണ് എന്നാണ്. സോനം വാങ്ചുക്ക് അറസ്റ്റിലാണ് എന്നതൊക്കെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന നുണകളാണ് എന്ന് വേണം അനുമാനിക്കാൻ. നിരാഹാരം കിടക്കുന്നവനെ തിരിഞ്ഞു നോക്കിയാലും പ്രശ്നം, നോക്കിയില്ലെങ്കിലും പ്രശ്നം. ഇന്ത്യയിൽ ഇതിനോടകം നടന്നിട്ടുള്ള എല്ലാ കലാപത്തിലും സ്ഥിരം കാണുന്ന മുഖങ്ങളല്ലേ നമ്മൾ ജന്തർ മന്ദറിലും കണ്ടത്, റഹീമിൻ്റേത് ഉൾപ്പെടെ. അല്ലാതെ തൻ്റെ ഭാവിയെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ചിന്തയുള്ള ഒരുത്തനും അവിടെയുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. നീറ്റ് പരീക്ഷയുടെ ഫലം വന്നു. സെക്കൻഡ് ചാൻസ് തനിക്കൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. കുറച്ചുകൂടി നല്ല സ്കോർ നേടാൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട്. എന്നിട്ടും അതിൻ്റെ പേരും പറഞ്ഞ് ഇന്ത്യ കത്തിക്കാൻ നടക്കുന്ന, ഇരവാദം പൊക്കിപ്പിടിച്ച് ജനാധിപത്യം അട്ടിമറിക്കാൻ നടക്കുന്ന കുറേ ആൾക്കാർ എന്താണ് ഈ ന്യായീകരണങ്ങളും അക്രമങ്ങളും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേപ്പാളും ബംഗ്ലാദേശും ശ്രീലങ്കയും കണ്ട് സന്തോഷിക്കുന്ന രാജ്യവിരുദ്ധർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇന്ത്യയാണ്, ഇത് മറക്കരുത്. പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ് നോക്കി നിന്നു. പക്ഷേ അതുപോലെ BJP നോക്കി നിൽക്കില്ല എന്നുറപ്പാണ്. ഇന്ന് ഇന്ത്യക്ക് ചുറ്റും സുരക്ഷിത വേലി ഉയർത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതേ സുരക്ഷ രാജ്യത്തിനകത്തും അവർ നൽകുമെന്ന് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാര്യമറിയാതെ ആട്ടത്തിനൊപ്പം കൂടിയവർക്കും അതറിയാം. പാകിസ്ഥാനെ നിസ്സാരമായി ഒതുക്കി, കശ്മീർ തീവ്രവാദികളെ ഒതുക്കി. പിന്നെയാണ് രാജ്യത്തിനകത്ത് നുഴഞ്ഞുകയറിയിരിക്കുന്ന തീവ്രവാദികളെ ഒതുക്കാൻ ബുദ്ധിമുട്ട്. ഇനിയും റെയിൽവേ പാളത്തിൽ പ്രാഥമിക കർമ്മം നിർവഹിക്കേണ്ട ഗതികേടിലേക്ക് ഇന്ത്യ പോകുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനെന്നല്ല, രാജ്യത്തെ സ്നേഹിക്കുന്ന, ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരാളും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ രാജ്യം കത്തിക്കുന്ന പാറ്റകൾക്ക് ഓശാന പാടാനോ പിന്തുണയ്ക്കാനോ ഞാനില്ല. ഞാൻ എൻ്റെ ഭരണകൂടത്തിനോടൊപ്പമാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ്, എൻ്റെ ഇന്ത്യക്കൊപ്പമാണ്. യാഥാർത്ഥ്യം ഇന്നല്ലെങ്കിൽ നാളെ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും.